അണ്ണാ അണ്ണ ഈ കൂത്തട്ടോടത്ത് പോണെങ്കിലേ നമ്മൾ എവിടുന്നാ ബസ് കയറണ്ടേ? എടാ നേരെ ചെല്ലണം, ഫ്രണ്ടിലേക്ക് നീങ്ങണം, മുമ്പോട്ട് പോണം, സ്ട്രേറ്റ് എന്നിട്ട് ഫോർവേഡ് എത്തി. പക്ഷെ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ. നിനക്ക് എന്നാടാ വേണ്ടേ? എന്നാ വേണ്ടേ? ബസ്സുണ്ടോ? ഇത് എന്തുകൂടാ ചന്ദന മഴയാ? ഇത് മാറി നിന്ന് ഉറങ്ങട്ടാ. അണ്ണൊന്നും തോന്നല്ലേ? ഈ കാലിനെന്നാ പറ്റിയതാ? കാലിനാ? എടാ ഒരു പന്തേ ഒന്ന് തൊഴിച്ചതാ വരുന്ന വഴിക്ക്. പന്തേ തട്ടുമ്പോ എങ്ങനെയാ കാലൊടിയുന്നാ? എടാ അതെ, എനിക്ക് കാഴ്ചക്കുറവ് വേണ്ടിയിട്ടുണ്ടേ. പന്തല്ലായിരുന്നു, ഷോർട്ട് ഫുട്ടായിരുന്നു. അയ്യോ അതാണാ? അയ്യോ അത് കുഴപ്പമില്ല അണ്ണാ. പിന്നെ അണ്ണാ ഞാൻ ചോദിക്കണ്ടൊന്നും വിചാരിക്കല്ലേ അണ്ണാ. നീ ആരടാ? ഞാൻ ആരാണെന്നാ? അണ്ണാ ഞാൻ ഒരു പ്രോഗ്രാം കേട്ടിട്ട് വരുവാ. അപ്പൊ എനിക്ക് നാളെ രാവിലെ 5 മണിക്കേ ബസ് ഉള്ളൂ. അപ്പൊ അതൊരു എന്റെ അടുത്ത് സംസാരിക്കാവോ? നീ എന്താ ആർട്ടിസ്റ്റടാ? എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഞാന് ഒരു ന്യൂജൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് എന്റെ പേരറിയാവോ? ഇല്ല. റിഷാദ് പറവൂർ എന്ന് പറയും. ആര് പറയും? ഞാൻ പറയും. നീ പറയും? ഞാൻ അങ്ങനെ പറയാറ്. എടാ എന്റെ അച്ഛനും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നടാ. എന്താണ് എന്റെ അച്ഛൻ എന്തിയേ? അച്ഛനാ? അച്ഛൻ 50 വർഷം മുമ്പ് ഞങ്ങൾ ഇട്ടിട്ട് പോയടാ. 50 വർഷം മുമ്പോ? അപ്പൊ അണ്ണന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 45. 45 കണക്കൊന്നും കൂട്ടണ്ട, കഥ ഈ ചോദ്യം ഇല്ല. നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നടാ? അച്ഛനാ? അച്ഛൻ ഇല്ലേ? അല്ല അച്ഛനുണ്ടെന്നാ. അങ്ങനെ അമ്മേനെ കളഞ്ഞിട്ട് പോയി 37 വർഷം മുമ്പെന്നാ. പാവം എന്റെ അമ്മയുണ്ടല്ലോ, ഒറ്റയ്ക്ക് വീട്ടു ജോലിക്ക് പോയിട്ട് എന്നെ വളർത്തിയേ. അത് എന്നെ നോക്കാൻ വേണ്ടിട്ട് ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. 37 വർഷം മുമ്പ് ഇട്ടിട്ട് പോയി. നിനക്കിപ്പോ വയസ്സ് 22. 22, 37. അല്ല എന്റെ കഥയിലും ചോദ്യമില്ല. അപ്പൊ നമ്മള് തുല്യ ദുഃഖിതരല്ലേ? നമ്മള് തുല്യ ദുഃഖിതരല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു സിനിമാന്റെ സൗണ്ട് കേൾപ്പിക്കടാ. അയ്യണ്ണ ഞാനിങ്ങനെ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇതിന് എന്തെങ്കിലും ഇറങ്ങാതെ എങ്ങനെയാ? ഇറങ്ങണം. എടാ 2 ദോശയും തക്കാളി ഉണ്ട്, മതിയാ? തക്കാളി കറി മതിയാ? അതല്ല, പിന്നെ എന്തെങ്കിലും അടിക്കാനാണ് സാധനം ഇല്ലാത്ത. ഇതണ്ടാ, അതുകൊണ്ട് നമ്മുടെ അതുണ്ടോ? പിന്നെ ഇതൊക്കെ സ്റ്റോക്കാ അല്ലേ? സ്റ്റോക്ക് എന്നെ ഇത് സ്റ്റോക്കാ. ഒരിച്ചോണ്ണ മൊത്തം ഒഴിച്ചു. ഞാൻ ആർട്ടിസ്റ്റ് ആണ്. ഞാൻ എന്തോടെ നല്ല കളർ കേട്ടാ, ഇളം മഞ്ഞ കളർ അല്ലേ? ഏത് ബ്രാൻഡ്? ഇത് എന്റെ സ്വന്തം ബ്രാൻഡ്. സ്വദേശിയാ? സ്വദേശ ബ്രാൻഡ്. ഇത്ര കൂടി നിന്ന് ഞാൻ എങ്ങനെ? നിന്റെ കാലം പോയാ? ആർട്ടിസ്റ്റാ. ഇമിറ്റേറ്റ് ചെയ്താ? എടാ പിന്നെ ഇതെന്താണ് ഇത്ര മധുരം? മധുരോ? അതെനിക്കൊന്ന് ഷുഗർ കൂടി പോയടാ. ഷുഗർ ഉണ്ടോ? വെറുതെ അല്ല, എനിക്കാണെങ്കിൽ ഒന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എടാ എനിക്കും മൂത്രം ഒഴിക്കാൻ മുട്ടുന്നടാ, കുറെ നേരമായടാ. അണ്ണാ നിങ്ങൾ ഈ വയ്യാത്ത കാലം കൊണ്ട് എങ്ങനെയാ മൂത്രം ഒഴിക്കുന്നത്? എടാ ഞങ്ങളുടെ അവിടെ കാല് കൊണ്ടൊന്നുമില്ല മുള്ളെന്ന്. നിങ്ങളുടെ അവിടെയാന്ന് എനിക്ക് എങ്ങനെയാണ്? അല്ല അതല്ല, പിന്നെ കാല് വയ്യല്ലോ, അപ്പൊ അവിടം വരെ പോണ്ടേ? അണ്ണാ എങ്ങനെ പോവണ്ണ? എടാ അതിനല്ലേടാ മണ്ട ഈ കുപ്പിക്കകത്ത് മുള്ളി വെക്കണേ. ഇതിനകത്താ? അപ്പൊ സ്വദേശിയാ? അതല്ലേ പറഞ്ഞ സ്വദേശ ബ്രാൻഡാന്ന്. എന്തെന്നാ ഞാൻ അടിച്ചപ്പോ പറയാ? ഞാൻ നീയല്ലേ പറഞ്ഞ അടിക്കണം, എന്നാലേ ഇപ്പൊ മിമിക്രി കേൾപ്പിക്കുള്ളൂ. അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി അണ്ണ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ യൂറിൻ ടെസ്റ്റ് ചെയ്യണ്ട. അതെന്നാടാ? അണ്ണന് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, BP ഉണ്ടെന്നാ. എടാ ഇതെല്ലാവർക്കും ഉള്ളതല്ലേടാ? നല്ല ഉപ്പുണ്ട്. ഉപ്പ് അണ്ണന്റെ വീട്ടിലായിരിക്കും ഉണ്ട്? എന്റെ വീട്ടിലാ? എടാ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും 15 മക്കളും ഉള്ളടാ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളടാ. 15? എടാ എനിക്ക് കുഞ്ഞിക്കാല് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ ഭാര്യയുടെ ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്താണ് എനിക്ക് ഗൾഫിൽ ജോലി കിട്ടിപ്പോയത്. ഒന്നാമത് അങ്ങനെയായിരുന്നു ജോലി കിട്ടി, രണ്ടാമത് അങ്ങനെയായിരുന്നു ജോലി കിട്ടി, മൂന്നാമത് ജോലി കിട്ടി, പിന്നെ 15 തവണ എനിക്ക് ജോലി കിട്ടിപ്പോയി. എന്താണ് ജോലി റിസൈൻ ചെയ്തോ? ഇല്ലടാ, ഇപ്പൊ ഭാര്യ 10 മാസമായിട്ടുള്ള. ഇനിയും വിസ വരും, പോണം. മൊത്തം ഒരു വിസ ഭയം. അതെ, എല്ലാവരും ഇന്ത്യ. കൊള്ളാം. എന്തോ പറയാൻ വേണ്ടി വന്നല്ലേ, പറ. എടാ ഇനിയെങ്കിലും ഒരു സിനിമ നടന്റെ ഒരു ഒച്ച കേൾപ്പിക്കടാ. അറിവ് കെട്ട മുണ്ടമേ. എന്റെ മൂത്രം കുടിച്ചിട്ട് എന്നെ വിളിക്കോ അറിവ് കെട്ട മുണ്ടമേന്ന്. ബാല ബാല ഏത് ട്രൂപ്പിലെ ബാല? സിനിമാടം ബാല. സിനിമാടം ബാല. പറ. അറിവ് കെട്ട മുണ്ടമേ, ഞാൻ വളരെ ലാജിക്കലായിട്ട് പറയും. ഞാൻ എന്റെ തമിഴ്നാട്ടിൽ നിന്ന് വീരമാരനാണ് ഇവരെ വന്നത്. ചൂര് കാരണമാണ്. ഇപ്പൊ ഇവരെ വന്നപ്പോ ഇവരെ ചൂര്. എനിക്ക് ചൂര് സഹിക്കാൻ പറ്റുന്നില്ല. Why are you disturbing my peace? This is wrong. ഒറിജിനല് ചെവിയും കണ്ണും മൂടിയ കറക്റ്റ് ബാല. സൂപ്പർ. കളിയാക്കിയതാണ് അല്ലടാ? അല്ലേ? എന്നെ ബൈജു കേട്ടു നോക്കേ. എന്റെ ബൈജു ഉണ്ട്. ബൈജു കേൾപ്പിച്ചു തരാം. എത്ര നീ അവിടെ നിന്നപ്പോ നിനക്ക് തോന്നിയില്ലേ ഇതിലെ കൂടെ ബസ്സുകൾ പോകുന്നു? ഒരു മര്യാദ വേണ്ടേ? നീ വീട്ടിൽ പോകൂടാ, നീ പോകൂല. എന്തൊരു ചൂടടേ ഇത്. എങ്ങനെയുണ്ടെന്നാ? കൊള്ളാവോ?
ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ലാഗുണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്. അന്ന് ഇതിൽ എവിടെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? വെല്ലുവിളികളാകാം, പക്ഷെ തന്നെക്കാൾ നാളഞ്ഞോണം കൂടുതലുണ്ടാകരുത്. കട്ടുമിനെ കിന്നാനം പൊട്ട് കുത്തുന്ന സമ്മാനം പൊട്ട് കെട്ടിയ പപ്പാത്തി. ഞാൻ കേട്ടിട്ടുണ്ടോ ഇത് എവിടെ? കേട്ടിട്ടുണ്ടല്ലേ? ഇരിക്കടാ. എടാ ഭയങ്കര ദാഹോടെ എന്തോ ചെയ്യും? ഏ ഭാസ്കരാ, പുള്ളിക്ക് എന്താന്ന് വെച്ചാ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ച് കേറി വാ. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ അടിച്ച് കേറി വരട്ടെ. അല്ല സൂപ്പർ തെസ്ലീഖാൻ. റിയാസ് ഖാൻ എന്തായാലും കൊള്ളാടാ. എനിക്കുണ്ടല്ലോ അണ്ണാ, എനിക്കങ്ങ് ഭയങ്കരമായിട്ട് വിഷമം വരുവാ. കാരണം എന്താ വെച്ചാല് എല്ലാരും പറയാം ഞാൻ വള്ളിയാണെന്ന്. എടാ അത് ഗ്യാസിന്റെ ആടെ, ഇടയ്ക്ക് ഞാനും വിടും. അണ്ണ ഉദ്ദേശിച്ചല്ല, വള്ളി വള്ളി. ഓ വള്ളി. എന്നിട്ട് ഞാനുണ്ടല്ലോ, ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് ഒരു കടത്തുണ്ടേലണ്ണ. അതിന് പകരമായിട്ടാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാൻ വന്നേക്കുന്നേ. അതല്ല, എന്നിട്ട് ഞാൻ ഇന്നലെ എന്തിനോ ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ടായിരുന്നു. പോക്കറ്റില്ല എന്നതാടാ? നോക്കട്ടെ. എന്തുവാടാ എടുത്തിട്ടണ? എന്തിനാടാ പാമ്പ് എടുത്തിരുന്നേ? പാമ്പ് പേടിക്കണ്ട, പേടിക്കണ്ട, ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറയാ കേക്കണ്ട. ഇവനുണ്ടല്ലോ, ഞാനിത് നോക്കിയപ്പോ ഞാനൊരു കടത്തിനെ കിടക്കുക. അപ്പൊ എന്റെ ഫ്രണ്ട് ഇവൻ അടിച്ച് പാമ്പായിട്ട് കിടക്കുക. അപ്പൊ ഞാനും പാമ്പ് ഇവനും പാമ്പ്. ഇവൻ എന്നെ കണ്ടിട്ട് ഈഗോ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവനെടുത്ത് പോക്കറ്റ്. ഇടുത്തൊക്കെ പോയോടാ. പോ. പാവണ്ണ സമാധാനമായേ. കറണ്ട് പോയി. കറണ്ട് KCB വിളിയടാ. അണ്ണ ഇടക്കിടക്ക് ഇരുന്നേക്കണ്ട, ഇരുന്നോ. വിളിക്കുവാ, നമ്പരുണ്ട്, നമ്പരുണ്ട്. നീ കഥ പറയട്ടെ, വിളിക്കടാ. KCB ആണാ? ഇവിടെ ചൂടാന്നാ പറഞ്ഞ, നീ അവരോട് ചൂടാവനല്ലടാ പറഞ്ഞേ. ചിക്കന് അല്ല, ചിക്കൻ ഓർഡർ ചെയ്തില്ല. അല്ല, ചിക്കന്റെ കാര്യം പറഞ്ഞില്ല. ചിക്കന്റെ കാര്യം KCB വിളിക്കാൻ പറഞ്ഞപ്പോ വിളിക്കണ KHC ചിക്കൻ കടയിലേക്കടാ. പൊട്ടനാണോടാ? എന്തുവാടാ ഒരു ശബ്ദം കേൾക്കുന്നേ? എടാ ഒരു സൗണ്ട് കേൾക്കുന്നടാ. അത് ബസ് സ്റ്റാൻഡിലാണ് കേൾക്കും. എടാ അല്ലടാ, ഈ പ്ലാസ്റ്ററിന്റെ ഇടയ്ക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നേ. അണ്ണൻ ഇങ്ങനെയൊക്കെ തോന്നുവാണ്, അത് നമ്മൾ കുറെ നേരം കെട്ടിവെക്കും. അണ്ണാ എന്നാടാ? അണ്ണന് പേടിയുണ്ടാ? അതെന്നാടാ? നമ്മളിപ്പോ ഒരു പാമ്പിനെ അടുത്ത് കളഞ്ഞില്ലേ? കളഞ്ഞ് അത് ചൂടായതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പൊ അതിനകത്ത് കയറി ഇരിക്കുവാ. ഇത് വളകൊഴപ്പം പാമ്പാന്നാ തോന്നുന്നേ. അതെന്താ? വളഞ്ഞു വളഞ്ഞു കയറുന്നടാ. ഞാൻ പറയാം, ഐഡിയ ഞാൻ പറയാം. പാമ്പേ, ഈ പാമ്പിന് പോണമെങ്കിൽ സുരേഷ് ചേട്ടൻ പറഞ്ഞാ പോകും. സുരേഷ് ചേട്ടൻ പറഞ്ഞാലേ പോകും. നിങ്ങള് എന്തിനാണ് എന്റെ കാലിന്റെ ഇവിടെ കയറി ഇരിക്കുന്നത്? ഇതൊക്കെ വലിയ തെറ്റല്ലേ? ദയവ് ചെയ്ത് പോണം. സുരേഷ് ഗോപി അല്ല, പിന്നെ ആരടാ? സുരേഷ്. അമേരിക്ക അല്ലടാ. എന്ത് കടിക്കോണ്ടത്? കടിക്കോ? ഇളകുന്നടാ. ഞാൻ പറഞ്ഞുതരാം, ഒറ്റ വരെയുള്ളൂ. എന്നാടാ? രാവിലെ 8 മണിയാകുമ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട്. ബസ് വരും. 8 മണിയുടെ ബസ്സിൽ കയറി നമുക്ക് 9 മണിക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ പോയിട്ട് 10 മണിക്ക് നമ്മൾ ഡോക്ടറിനെ കാണുന്നു. ഡോക്ടർ ഇങ്ങനെ ഈ ബാൻഡേജ് കീറും. ഇങ്ങനെ അങ്ങ് തുറന്നിട്ട് ഇതിനകത്തുള്ള പാമ്പിന് എടുത്താൽ കളയുവണ്ണ. രക്ഷപ്പെട്ടു. അപ്പൊ വീട്ടിൽ പോവാണെന്ന്. അപ്പൊ ഡോക്ടർ വന്നില്ലെങ്കിലാ? അവരതുപോലെ അങ്ങ് അടച്ചു വെച്ചിട്ട് അതുപോലെ അങ്ങ് തുന്നും. ഇതിനകത്ത് 2 പഞ്ഞി എടുക്കും. എന്നിട്ട് അതുപോലെ അണ്ണന്റെ മുക്കിലോട്ട് വെക്കും. എന്നിട്ട് അണ്ണനെ അങ്ങ് അടക്കും. പോകല്ലേ. നൈസായിട്ട് സ്കിറ്റും കണ്ടു. അതിന്റെ ഇടയിൽ കൂടെ തന്നെ നിങ്ങളുടെ പഴയ ആ കലാരൂപം അല്ലെ, മിമിക്രി എന്തൊക്കെയായിരുന്നു. ബാലചേട്ടൻ്റെ ഒക്കെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു. അതൊക്കെ ഇങ്ങനെ മിന്നിമായി വരുമായിരുന്നു. കരച്ചില് പറയണ അവന്റെ അതിങ്ങനെ എനിക്കെടുക്കറിയാം. കൂർക്കം വലിയുണ്ട് ജീവിതത്തിൽ. കാലിന് പ്ലാസ്റ്റർ ഇട്ട് ആസ്വദിക്കുന്ന ഒരുത്തനെ ആദ്യം. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണ്? കഥയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ? ഇല്ല, സ്കിറ്റിന് തൊട്ട് മുമ്പ് റിയൽ ആവാൻ വേണ്ടി താഴെ ചോദിച്ചതാ. അങ്ങനെയല്ല, ചിലർക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാൻ മേലെ. കാല് ഒറിജിനൽ പ്ലാസ്റ്റർ ഇട്ട് കാലൊടിച്ച് അഭിനയിക്കോ? അല്ലടാ, ഒടിഞ്ഞിരിക്കുമ്പോ കേൾക്കാണ്ട് നമുക്ക് സത്യസന്ധമായ അഭിപ്രായം ചേച്ചി പറയാം. നമ്മുടെ ഇവിടെ ഒരു വിലയില്ല. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റാണ്. രണ്ടുപേരും വരിക, ഇത്രയും വലിയൊരു വേദിയിൽ ഒരു കോമ്പറ്റീഷനിൽ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് വേറെ ഒരു
സ്കിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. ബിക്കോസ് മിമിക്രി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ജോണറ. പക്ഷെ നല്ല കോൺഫിഡൻസ് ലെവൽ വേറെ ഉണ്ടായിരുന്നു. പിന്നെ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പാപം അവിടുന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് ബാറ്ററി ചാർജ് എത്രത്തോളം കയറി എന്നുള്ളത് നോക്കിയാലോ? തിരിഞ്ഞു നോക്കി. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ ശരിക്കും 1 ലക്ഷം കിട്ടിയ സന്തോഷമാണല്ലോ മുഖത്ത്. ഉറപ്പായിട്ടും. അല്ല, ഇതുപോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നല്ലേ? അതെ. ഇതൊരു ദൃഷ്ടിക്ക്. അതെ, ഇല്ല, ഇതൊരു ടോക്കൺ അഡ്വാൻസ് പോലെ നിങ്ങൾക്ക് വരാനുള്ള റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ. അത്രേ ഉള്ളൂ. എന്തിനിപ്പോ ചിരിച്ചെന്തിനായിരുന്നു? അതേ കേട്ടേനാണോ ചിരിച്ചത്? ഹലോ, ശരിക്കും എത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരുന്നതിന് മുമ്പ് എന്തോരം മനസ്സിലൊന്നും ഉണ്ടായിരുന്നു? എത്ര എക്സ്പെക്ട് ചെയ്തിരുന്നു? 5000, 8000? വീട്ടിൽ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി കിട്ടിയാൽ മതി. അതാണ് എക്സ്പെക്ട്. അടുത്തോട്ട് വരാനുള്ളത്. അതെ. ഈ ധൈര്യം ചാൾസ് സോമരാജിൽ മാത്രം ഓക്കെ ശരി ചേച്ചി, പൈസ. യെസ്. ആ കരച്ചിലൊന്ന് കേട്ടാൽ കുറച്ചുകൂടി വേഗം എത്തും കാശ്. എല്ലാരും കരയാൻ തുടങ്ങി. ഇതാ വന്ന്. താങ്ക് യു.